പ്രിയമുള്ളവരെ, ഭംഗിയുള്ള ഈ വട്ടർ കിണർ ആണ് നമ്മളെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. കിണർ മാത്രമല്ല, അതിമനോഹരമായ മക്കളാമ്പൊറ്റി എന്ന ചെടിയുടെ പൂ പോലുള്ള ഇത് നമ്മുടെ തോട്ടവാഴപ്പൂവല്ലേ, ചോര തുടിച്ചു നിൽക്കുന്നു. മനോഹരമായ കാഴ്ചകൾ ഈ എപ്പിസോഡിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ട്രഡീഷണൽ ഫ്ലവേഴ്സാണ് ഇവിടെ. ഇപ്പോൾ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. ഇതാ സന്ദർശകരെയും കാത്തുള്ള ഇരിപ്പിടങ്ങൾ. എത്തി മാമല മുകളിൽ കുന്നിൻ്റെ ടോപ്പിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. നിരപ്പായ പ്രദേശം. നല്ല ക്ഷീണമുണ്ട്, നല്ലവണ്ണം വിശക്കുന്നുമുണ്ട്. സമാധാനമായി അതാ മിൽമ ബൂത്ത് ഔട്ട്ലെറ്റ്. ഫിനിഷിംഗ് പോയിൻ്റ് കടന്ന് വിജയശ്രീലാളിതനായി വന്നിട്ട് ലഘുഭക്ഷണത്തിലേക്ക് നീങ്ങാം. കടുത്ത ടാർപോളിൻ ഷീറ്റിൽ നിർമ്മിച്ച കണ്ണീർ തടത്തിൽ പായലുകൾ നിരന്ന് കിടക്കുന്നു. മധ്യത്തായി നമ്മുടെ ചേമ്പും തല ഉയർത്തി നിൽക്കുന്നുണ്ട്. അതാ ചുമർ ചിത്രങ്ങളാൽ മനോഹരമായ ഒരു കെട്ടിടം. നല്ലൊരു പൊയ്ക, ചുറ്റും പന്നൽ ചെടികൾ. അപൂർവ കാഴ്ചയായ തുമ്പികൾ ഇങ്ങനെ പാറി പറക്കുന്നുണ്ട് ഇവിടെ. ചുവന്ന നിറത്തിലുള്ള തുമ്പികൾ. ആകാശത്തേക്ക് ഒരു ഗോവണി കയറി നോക്കാം. മനോഹരമായ കാഴ്ചകൾ ഉണ്ട് ചുറ്റും. കോണിയും അതിമനോഹരമാണ് കേട്ടോ. സസ്യലതാദികളുടെ ശീതളഛായയിൽ, വർണ്ണഛായയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹരമായ ഒരു വാച്ച് ടവർ. കുറേ സ്റ്റെപ്പുകൾ കയറി പോകണം. വാച്ച് ടവറിന് മുകളിൽ നിന്നുള്ള കാഴ്ച നയനാനന്ദകരം. നോക്കൂ, നമ്മുടെ നാട്ടിൽ വംശനാശം ഭീഷണിയുള്ള ഈന്ത് ചെടികൾ ഇവിടെ സംരക്ഷിച്ചു പോരുന്ന കാഴ്ച സുന്ദരമാണ് കേട്ടോ. അവയുടെ പീലി വിടർത്തിയുള്ള ഇലത്തണ്ടുകൾ പൂമ്പാറ്റകളാൽ അലങ്കൃതമായിരിക്കുന്നു. ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ചെറുതായിട്ട് തോന്നുന്നുണ്ട്. അകലെ പട്ടണപ്രദേശത്തിൻ്റെ ദീർഘവീക്ഷണം. തറയിൽ നിന്ന് ഏകദേശം 50 അടി ഉയരത്തിലാണ് നാം ഇപ്പോൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാവും പ്ലാവും അങ്ങനെ പല വൃക്ഷങ്ങളും ധാരാളമുണ്ട് ഇവിടെ.
മാവ് ചെടിയെ കാണാനുള്ളൂ, മാങ്ങയൊക്കെ പറിച്ച് കഴിഞ്ഞു എന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഓഫ് സീസണിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. പന ഇവിടെ ധാരാളമായി കണ്ടുവരുന്ന ഒരു ചെടിയാണ്. ആനയുടെ പ്രധാന ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഈ പനയുടെ ഓല തണ്ട്, അറിയാലോ. ഇവിടെ ഒരുപാട് എന്നേ പറയാനുള്ളൂ, എണ്ണി നോക്കിയിട്ടില്ല. എന്തായാലും ഒരു 100ഓളം ആമ്പൽ പൊയ്കകൾ ചട്ടികളിലായിട്ട് ആമ്പലും താമരയും വിവിധ നിറത്തിലും വലിപ്പത്തിലും ഒക്കെയുള്ള പൂക്കൾ ഉണ്ടായിരുന്നെന്ന് പറയുന്നു. നല്ല ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. നമുക്കും ഇതുപോലെ വീട്ടിൽ ഓരോ താമരച്ചെടിയൊക്കെ വളർത്തുന്നത് നല്ലതാണ്. 100-120 രൂപ കൊടുത്താൽ ഇതുപോലുള്ള വലിയ ചട്ടികൾ കിട്ടും. വിത്തുകളോ തണ്ടുകളോ നട്ട് ഈ താമര വളർത്തിയെടുക്കുന്നത്, അവ പൂത്ത് വിടർന്ന് നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയുള്ള കാഴ്ചയാണ്. എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ.